அதில் 2 பெட்ஷீட் இருக்குது, ஒரு இது இருக்குது, ஒரு பில்லோ இருக்குது. நைட்டில் தூங்கும்போது அது யூஸ் பண்ணிவிடு, சரியா? നമസ്കാരം, നിയാസ് അബൂബക്കർ. വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ചെറിയ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവസാനമായി ചെയ്ത ഒരു വീഡിയോയിൽ ഞാനൊരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു, കടത്തിണയിൽ കിടന്നുറങ്ങുന്ന ആ വ്യക്തി. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ടിട്ട് നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ എന്നോട് ചെറിയൊരു റിക്വസ്റ്റ് ചെയ്തു. റിക്വസ്റ്റ് എന്തെന്നാൽ, ആ വ്യക്തിക്ക് കിടന്നുറങ്ങുന്നതിന് വേണ്ടി 2 ബെഡ്ഷീറ്റും ഒരു പില്ലോയും വാങ്ങി കൊടുക്കാമോ എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം അതിന് പേയ്മെൻറ്റ് ചെയ്യുമെന്നും ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മകനായ അയാനുമുണ്ട്. അപ്പം ഞാനും അയാനും കൂടി ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ബെഡ്ഷീറ്റും പില്ലോയും വാങ്ങാൻ പോവാണ്. ഗൈസ്, ഒരു രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം കിടന്നുറങ്ങുന്ന ആ ഷോപ്പിൻ്റെ, നമ്മൾ ആ ഷോപ്പിൽ തന്നെയാണ് ബെഡ്ഷീറ്റും പില്ലോയും വാങ്ങാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, ഞങ്ങൾക്ക് 2 ബെഡ്ഷീറ്റ് വേണം, നല്ല കോട്ടൻ്റെ, പിന്നെ നല്ലൊരു പില്ലോ ഉണ്ടായിരിക്കും അല്ലേ? പില്ലോ ഉണ്ടല്ലോ അല്ലേ? നല്ലൊരു പില്ലോയും നല്ലൊരു പില്ലോ തോന്നും. കവർ ബെഡ്ഷീറ്റും ഉണ്ടല്ലോ, സിംഗിൾ മതി, ഡബിൾ വേണ്ട. പക്ഷേ കൊടുത്തു ആയാലും அதில் 2 பெட்ஷீட் இருக்குது, ஒரு இது இருக்குது, ஒரு பில்லோ இருக்குது. நைட்டில் தூங்கும்போது அதை யூஸ் பண்ணிவிடு, சரியா? அண்ணா, அன்றைக்கு நான் வந்துருச்சியா நைட்டில் இங்கே பார்க்குறதுக்கு, சரியா? அப்போ நான் உனக்கு ஒரு ആൾ சொல்லி ഉനക്ക് 2 ബെഡ്ഷീറ്റ് ഒരു പില്ലോ വാങ്ങി കൊടുക്കുന്നതൊക്കെ. നമ്മൾ അദ്ദേഹത്തിന് 2 ബെഡ്ഷീറ്റും ഒരു പില്ലോയും കൊടുത്തു. അദ്ദേഹം ഹാപ്പിയാണ്. അപ്പം എൻ്റെ കൂടെ അയാനുണ്ടായിരുന്നു ഈ ചെറിയ ഒരു സഹായത്തിൽ. അപ്പം അയാനെ, നമ്മളിപ്പോൾ ഈ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് അയാൻ എന്താണ് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അയാൻ എന്താണ് മനസ്സിലാക്കിയത്? പാവങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ആണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളതിന് ട്രൈ ചെയ്യണം. എന്തിനു ട്രൈ ചെയ്യണം? അവരെ സന്തോഷിപ്പിക്കാനായാലും അല്ലെ അവരെ സഹായിക്കാനായാലും നമ്മൾ ശ്രമിക്കണം, അല്ലേ? അപ്പം അവർ നമ്മളുമായിട്ട് ഡിപ്പെൻഡാണ് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, അല്ലേ? അപ്പം നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പഠിക്കണം. എപ്പോഴും അയാൻ എന്താ പഠിപ്പിക്കുന്നത്? നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളത് എന്ത് ചെയ്യണമെന്നാ മറ്റുള്ളവർക്ക് വേണ്ടി അത്. ഇപ്പം നമ്മൾ മുട്ടായിയൊക്കെ നമ്മൾ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് എന്താ നമ്മളത് ചെയ്യുന്നത്? ഷെയർ ചെയ്യണം. അപ്പം ഷെയർ ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? നമുക്കപ്പം എന്തോ കിട്ടുന്നത്? ഇപ്പം അയാൻ ആ അങ്കിളിനെ സഹായിച്ചപ്പോൾ അയാൻ എന്ത് ഫീലാ ഉണ്ടായേ? സഹായിക്കണമെന്ന് ഫീൽ കിട്ടി. മനസ്സിൽ സന്തോഷം ഉണ്ടായോ? സന്തോഷം. അപ്പം നമ്മളെ ഈ ജീവിതത്തിലൊക്കെ ചെയ്യുന്നതും ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യവും തന്നെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഗൈസ്. സോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുക, സന്തോഷം ഉണ്ടാക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിക്ക് തോന്നുന്നത് ഇത്തരം പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നത് മറ്റാരെയും കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റീച്ച് കിട്ടാനോ ഒന്നുമല്ല. ഒരു വ്യക്തിയെങ്കിലും അതിൽ നിന്ന് സ്വാധീനിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുക, ചിന്തിപ്പിക്കാൻ ഒരു ഇടയാക്കുക, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അന്ന് വന്നില്ലേ? ഇപ്പം ഹാപ്പി ആയിരിച്ചാ? ഹാപ്പിയാ இருக்காங்க.